നൊന്തുപെറ്റ കുഞ്ഞിനെ പെട്ടിയിലാക്കി ആദ്യം പുഴയിലേക്കൊഴുക്കിയ സ്ത്രീ ഭാരതകഥയിലെ കുന്തിയാവണം. ആ കഥയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിറങ്ങിയ ദളപതി എന്ന സിനിമ കണ്ട് നമ്മൾ കണ്ണീരണിഞ്ഞു. പെട്ടിയിലാക്കി പുഴയിലേക്ക് ഒഴുക്കുന്ന ദയയുടെ കാലം കഴിഞ്ഞു. തിരൂരിലും പരിസര പ്രദേശങ്ങളിലും കുഞ്ഞിനെ റോഡ് വക്കത്തും കുപ്പയിലും ഉപേക്ഷിക്കപ്പെട്ട വാർത്തയറിഞ്ഞ് കുമാരി സുകുമാരൻ്റെ മനസ്സലിഞ്ഞു. അങ്ങനെ റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 1998 വീടിനോട് ചേർന്ന് അമ്മത്തൊട്ടിൽ സ്ഥാപിക്കപ്പെട്ടു. അന്ന് ഉണ്ടായ സംഭവം അതിൻ്റെ തൊട്ട മുന്നിലായിട്ട് തൃക്കണ്ടിയൂരെ ഒരു കുപ്പത്തൊട്ടിയിലെ ഒരു കുട്ടിയെ കണ്ടു. നിറയെ ഉറുപ്പ് നിറഞ്ഞിട്ട് നായ കടിച്ചിട്ടുമല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്ക് സുരക്ഷിതയാണല്ലോ. അങ്ങനെയാണ് അവർക്ക് തോന്നാൻ കാരണം. അപ്പോൾ റോട്ടറിയാണത് അതിൻ്റെ പിന്നിൽ. പക്ഷേ ഐഡിയ കുമാരി ചേച്ചിയാണ്. 98 ശേഷം 2011 ജനുവരി വരെ ആണും പെണ്ണുമായി 7ഓളം കുഞ്ഞുങ്ങളെയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. தேரோடும் வேதியிலே மான் போல வந்தவனே யாரடித்தாரோ 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 அழுதா மனசு தாங்காதே அழுதா மனசு தாங்காதே. 10 മാസം അഭയം നൽകിയ ഗർഭപാത്രവും അതിനുശേഷം അമ്മ മനസ്സും ഉപേക്ഷിച്ച ഇവർക്ക് എങ്ങനെയാണ് അമ്മയുടെ നിറവും മണവും തലോടലും ഏൽക്കാൻ കഴിയുക? ഉപേക്ഷിക്കപ്പെട്ട പല കുട്ടികളും ആശാകേന്ദ്രങ്ങളുടെ തണലിൽ വളർന്ന് ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്കെത്തി. തങ്ങളുടെ അമ്മയ്ക്ക് ഇരുനിറമാണോ? ഓജസ്സുറ്റ കണ്ണുകളും സ്നേഹദീപ്തമായ ചിരിയുമായി എത്തുന്ന അമ്മ പാടുന്ന താരാട്ട് കേട്ട് മടിയിൽ തല ചായ്ച്ച് അങ്ങനെ കിടക്കാൻ, അമ്മ പറയുന്ന കഥകൾക്കിടയിൽ മുടിയിലൂടോടുന്ന ആ വിരൽസ്പർശമൊന്ന് ഏൽക്കാൻ, നിർത്താതെ പെയ്യുന്ന മഴയിലേക്കിറങ്ങി മധുരമൂറുന്ന അമ്മ തല്ലു മേടിക്കാൻ ഇവർക്കും ആഗ്രഹമുണ്ട്. പ്രാണന്റെ പ്രാണനായി കരുതിയ തൻ പാതിയെ ഉപേക്ഷിച്ച അമ്മയുടെ മനസ്സിലും പേമാരി നിറയുന്നുണ്ടാവാം. വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ് അമ്മ ഒരു കുട്ടിയെ ഉപേക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമല്ലേ. പാരൻസിൻ്റെ ആരാണെന്ന് അറിയാണ്ടായിരിക്കുക. ചിലപ്പോൾ ചില സാഹചര്യത്തിൽ എന്തുണ്ടാവുന്നു, ഒരു കുട്ടീൻ്റെ രണ്ടാമത്തെ കല്യാണം കഴിക്കണം, ആ രണ്ടാമത്തെ ഭർത്താവ് ആ കുട്ടിയെ സ്വീകരിക്കില്ല, അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയും വരാം. അമ്മ എന്നത് കേവലം ഒരു വാക്കല്ല, അഭയം എന്ന അവസ്ഥയുടെ അവസാനത്തെ ഇടമാണ്. അതുകൂടെ ഇല്ലാതായാൽ. തിരൂരിൽ നിന്നും ക്യാമറാമാൻ യാസിനൊപ്പം ബ്രിജേഷ് ബാലകൃഷ്ണൻ.